ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു മാറ്റ് കണ്ടില്ലേ, ഞാൻ കുറേ കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിനൊരു റീമേക്ക് ഓവർ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് എന്താ പറയുക, ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് പറിച്ചിട്ട് വേണം കേട്ടോ. ആ പേപ്പറൊക്കെ ഞാൻ മേലൊട്ടിച്ചതൊന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ആ പറിച്ചെടുക്കലാണ് ആദ്യത്തെ പണി. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമല്ലോ. അപ്പോൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ആദ്യം റിമൂവ് ചെയ്യണം. അങ്ങനെ ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ഈ പേപ്പറിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്റ്റിക്കേഴ്സ് അല്ലാതെ ഡ്രോയിങ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡ് എടുത്ത് വെട്ടിയിട്ട് ആ ഒരു ഇത് തുടങ്ങിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കീറിക്കുന്ന ടൈമാണ്. പേപ്പർ കീറിക്കണമല്ലോ, എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കീറിച്ചെടുക്കാം ഫുള്ള്. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള പേപ്പേഴ്സൊക്കെ ആ പേപ്പറൊക്കെ ഫുള്ളൊന്ന് കീറിച്ചെടുക്കണം. കാരണം ഒരു മാതിരി കോലാവും അത്. പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങൾ കീറിച്ചെടുക്കാം. നമ്മൾ അതിൻ്റെ മേലിൽ എന്തായാലും ഒരു പേപ്പർ ഒട്ടിക്കണം. ഫുള്ളൊന്ന് പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേസ്റ്റ് ബിൻസിലൊക്കെ ഇടുക. അല്ലെങ്കിൽ പിന്നെ അമ്മേൻ്റെ അടുത്തൊക്കെ ചീത്ത വയ്ക്കും. അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് വേസ്റ്റ് ബിന്നിലൊക്കെ ഇട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മാതിരി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു വേസ്റ്റൊക്കെ, അതൊക്കെ ഒന്ന് പറിച്ച് പിന്നെ ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയൊക്കെ കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ടേബിൾ ക്ലീൻ ആവണം കേട്ടോ. കുറച്ച് സൈഡൊക്കെ എന്നെ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് തുടങ്ങുന്നത്. എന്നിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ആ കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻസൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഗ്രിഡ് ലൈനാണ് വരച്ചു കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊന്നും ലൈൻ വരയ്ക്കാൻ കിട്ടില്ല. അതിൽ വെള്ളം പോലെയൊക്കെ ആയതുകൊണ്ട് കത്തനത്തൊന്നും വരയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് തൽക്കാലത്തിന്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഗ്രിഡ് ലൈൻ പോലെ വരച്ചെടുക്കുക. പിന്നെ ഞാൻ നെക്സ്റ്റ് കളർ എടുത്തിട്ട് കുറച്ച് തിന്നായിട്ടുള്ള ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ തിന്നായിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക. ഞാൻ ഇപ്രാവശ്യം ഞാൻ സ്കെയിൽ യൂസ് ചെയ്തില്ല കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാനത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അറിയാമല്ലോ, പൊതുവ് പോലെ തന്നെ നമ്മൾ സ്റ്റിക്കേഴ്സിൻ്റെ കൂടാണ്. സ്റ്റിക്കേഴ്സ് പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത സ്റ്റിക്കർ ഞാൻ ഒട്ടിക്കുന്നത് സെല്ലോ ടേപ്പൊക്കെ മേലൊട്ടിച്ചതാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സ് ഞാനൊരു ഗേളുടെ സ്റ്റിക്കർ സൈഡിലായിട്ട് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാമല്ലോ, കുറച്ച് ഡെക്കറേഷൻ ഇനി കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ മതിയാവും. അപ്പം ഞാൻ വേറൊരു മിനി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇനി ഫുള്ള് ഞാൻ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ആണുള്ളത്. കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ, നിങ്ങളൊന്ന് കാണുക കേട്ടോ. 2Xലാണെങ്കിൽ ഇട്ടിട്ട് കാണണേ. ഞാൻ കുറച്ച് വാഷ് ടേപ്പിൽ നിന്നൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഫുള്ളായിട്ടൊന്ന് യൂസ് ചെയ്യാം. എനിക്ക് പിന്നെ ട്വിസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടായിട്ടാണ് കൈ വെച്ച് പൊട്ടിക്കുന്നത്. അങ്ങനെ ഓരോ സൈഡിൽ ഒരു കുഞ്ഞായിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ടും പോയി. പിന്നെ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടോ. ഇതാണ് എൻ്റെ കവാസിക്കുണ്ട് സെറ്റ്. ഞാൻ ഈ ഒരു എടുത്തിട്ട് പിന്നെ റോളൊന്ന് കുറേ തപ്പാനൊക്കെ തുടങ്ങി. എനിക്ക് ഫുള്ളായിട്ടൊന്നും കാണുന്നുമില്ല. അങ്ങനെ കാറിനൊക്കെ പോയിക്കല്ലോ, ഫ്ലാഷ് ലൈറ്റിനെ വെളിച്ചത്തിൽ മാത്രമാണ് കാണുന്നത്. അങ്ങനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാടാ ഒരു വീട് കിടക്കുന്നത്. പിന്നെ ഞാൻ വീടും അങ്ങനെ ഇങ്ങോട്ട് ഞാൻ പേർത്തിയെടുത്ത്. പിന്നെ അറിയാലോ, അതിക്ക് നേരെ എടുത്ത് ഒട്ടിക്കാൻ നല്ല ക്യൂട്ടായിട്ടുള്ള വീടായിരുന്നു കേട്ടോ. അത് ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ തപ്പിയപ്പോഴൊരു ബബിളുടെ അതും കൂടി കിട്ടി. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും പണിയുള്ള പാട് എന്ന് വെച്ചാൽ ഈ ആ കയർ ഇതിലേക്ക് ഇടണം. ഞാനത് ക്രോഷ്യ വെച്ചുണ്ടാക്കിയതാണ്. ഞാൻ ക്രോഷ്യേസിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇടാൻ നോക്കുന്നത് പോയിട്ട് പോകുന്നു. പിന്നെ ഞാൻ കുറേ മൽപ്പിടുത്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ബബിൾ ഒറ്റടിക്കായിട്ട് നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തു. പിന്നെ അത് ഒട്ടിച്ചു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ടൈമായി. അതുകൊണ്ട് ഞാൻ രാവിലെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇനി അടുത്തുള്ള പണി, നമ്മുടെ പേപ്പറൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഗ്ലൂ ആണ് ഒട്ടിക്കേണ്ടത്. ആ ഒരു അഗ്ലി ആയിട്ടുള്ള ആ ബോർഡിൻ്റെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ആകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗ്ലൂ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവരും ഗ്ലൂ ചെയ്യാം. ഇതിന് ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫെവിഗം ആയിരിക്കുന്നതാണ് തോന്നുന്നത്. വൈറ്റ് ആയിട്ടുള്ള ഗ്ലൂസ് ആയിരിക്കും ഇതിന് നല്ലതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാമല്ലോ, നമ്മുടെ ഇതൊക്കെ ബോർഡൊക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡ് കിട്ടും. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മേലെ ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. സെലോ ടേപ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ ഒട്ടിച്ചു കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് അതിൻ്റെ ഒരു ASMR പേപ്പർ ASMR ഉണ്ടല്ലോ, ആ ASMR കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കാത്തത്. പിന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ഭംഗി ആസ്വദിക്കലാണ്. ആ സ്റ്റിക്കേഴ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വരുമ്പോഴത്തേനും നല്ല ഭംഗി തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. ഇനി വരുന്ന ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.